അന്നും ഇവർ പ്രതികരിച്ചില്ല, കോൺഗ്രസ് മിണ്ടാതിരുന്നു. കാര്യം എന്തിനാണ് വടി കൊടുത്ത് അടി വാങ്ങുന്ന അവർ പ്രതികരിക്കാൻ പോയില്ല. അപ്പോൾ തരൂർ നോക്കിയപ്പോൾ ഇവർ പ്രതികരിക്കില്ല. എന്നാൽ പിന്നെ വീണ്ടും അടുത്ത് ചെയ്യാം എന്ന് കരുതി അദ്ദേഹം കിട്ടിയ അവസരമാണ് 98ാം പിറന്നാളെന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം പോയിട്ട് ആശംസയും പറഞ്ഞിട്ട് ട്വിറ്ററിൽ ഒരു ആശംസാ സന്ദേശം ഇട്ടു, ബർത്ത്ഡേ ആശംസ സന്ദേശം. അതിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്സ്മാൻ എന്നാണ്. ഈ പൊതുരംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സംഭവം ശരി തന്നെയാണ്. അദ്ദേഹത്തിന് LK അദ്വാനി ആയിരുന്നില്ല തള്ളി പറയുന്നത് രഥയാത്ര നടത്തി ബാബറി മസ്ജിദ് പൊളിച്ചു എന്നുള്ളൊരു ഒരു കറുത്ത പൊട്ടിൻ്റെ മേലെയാണ് ഇദ്ദേഹത്തെ അവർ തള്ളി പറയുന്നത്. അതുതന്നെയാണ് ഇദ്ദേഹം ഓർമ്മിപ്പിച്ചത്. കാര്യം ചൈനയുടെ കേസിൽ ജവഹർലാൽ നെഹ്റു അടിയന്തര സഹായത്തിൽ ഇന്ദിരാഗാന്ധി എന്താ ചെയ്തത് അതേ ഇദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം എടുത്തിട്ട് ഒരാളിനെ നമ്മൾ പൂർണ്ണമായിട്ട് വിമർശിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസിന് നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നത്. കാര്യം ഗതിയില്ലാതെ പ്രതികരിക്കേണ്ടി വന്നു. പക്ഷെ ആ പ്രതികരണത്തിനൊരു മയമുണ്ട്. അതിൽ പിന്നെന്താണ്, ഈ മുന്നറിയിപ്പില്ല, ഭീഷണിയില്ല, ഒരു വകയില്ല, ഒരു തലോടലായിട്ടുള്ള ഒരു സ്വരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.